നമസ്കാരം. ഞാൻ ചില വീഡിയോസ് ചെയ്യാറുള്ളത് പത്രങ്ങളിലെ ചില വാർത്തകൾ കണ്ടിട്ടും അല്ലെങ്കിൽ ചില കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തുമാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വീഡിയോ ഇതിൻ്റെ പ്രാഥമികമായ ആശയം എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +1 പഠിക്കുമ്പോൾ 2003 അന്നത്തെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നുള്ളതിനെക്കുറിച്ച് വായിച്ചൊരു കാര്യം അന്ന് തന്നെ എന്തുകൊണ്ടോ മനസ്സിൽ കയറി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വസ്തു ഇക്വിലിബ്രിയത്തിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ആ സ്റ്റഡി സ്റ്റേറ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഒരു വസ്തു അപ്പാരൻ്റ്ലി ഒറ്റ നോട്ടത്തിൽ ഇക്വിലിബ്രിയത്തിലാണ്, സ്റ്റഡി സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നൊരു വസ്തു തോന്നിയാൽ അത് എങ്ങനത്തെ ഇക്വിലിബ്രിയമാണ്, സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഒരു വഴിയുണ്ട്. നമ്മൾ ആ വസ്തുവിനെ ആ പൊസിഷനിൽ നിന്നൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വസ്തുക്ക് ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേസിങ് ഫോഴ്സ് മാറിക്കഴിയുമ്പോൾ ആ വസ്തു എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കണം. ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള വസ്തുവാണെങ്കിൽ അത് അതിൻ്റെ മുൻപത്തെ പൊസിഷനിലേക്ക് തന്നെ മടങ്ങി വരും. ഇറ്റ് ടെൻസ് ടു കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ ദ ഡിസ്പ്ലേസിങ് ഫോഴ്സ് ഈസ് റിമൂവ്. പക്ഷേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു വസ്തുവാണെങ്കിൽ അത് എങ്ങോട്ടാണോ മറ്റേ ഫോഴ്സ് നീക്കിയത് അതിൻ്റെ വഴിക്ക് തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഒറ്റ നോട്ടത്തിൽ സ്റ്റഡി ചെയ്യാൻ തോന്നിയ വസ്തുക്കൾ അൺസ്റ്റഡി ആണോ അല്ലയോ എന്നുള്ളത്, അൺസ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ അറിയാൻ കഴിയും. ഇത് ഫിസിക്സിലാണ് ഇത് വായിച്ചതെങ്കിലും ഇത് പലതരം കോണ്ടെക്സ്റ്റുകൾ ആപ്ലിക്കബിൾ ആണ് എന്ന് അന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ നമ്മൾ ജീവിതത്തിൽ കൂടുതൽ വർഷങ്ങൾ പിന്നിടുന്നതനുസരിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടുതൽ വലുതായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു. ശരിക്ക് ഇതിനെ നമുക്ക് ഏത് തലത്തിൽ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഇൻഡിവിജ്വൽ തലത്തിൽ, വ്യക്തി തലത്തിൽ എടുക്കാം. നമ്മുടെ മനസ്സ് ശാന്തമാണ്, അപ്പാരൻ്റ്ലി സ്റ്റഡിയാണ്. ഒരു കാര്യം ആദ്യം പറയട്ടെ, എനി ഫോം ഓഫ് ഇക്വിലിബ്രിയം ഈസ് ബെറ്റർ ദാൻ ആഫ്റ്റർ കയോസ്. അത് ആദ്യമേ പറയുന്നു. സോ നമ്മൾ കയോസുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്, ഇക്വിലിബ്രിയംസിൽ തന്നെ ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഏതിനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, ശ്രമിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ അപ്പാരൻ്റ്ലി ഒരാൾ ശാന്തമായിരിക്കാം. പക്ഷേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരാളാണെങ്കിൽ ചെറിയൊരു പ്രലോഭനം അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്പ്ലേസിങ് ഫോഴ്സ് എന്തുമാവാം, നമുക്ക് ദേഷ്യമോ സങ്കടമോ അസൂയോ എനി ഫോം ഓഫ് നെഗറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് എന്ന് തന്നെ പറയുന്നത് എനി ഫോം ഓഫ് ഡിസ്പ്ലേസിങ് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാറി നമ്മൾ വൈകാരികമായി വല്ലാതെ പ്രതികരിക്കാൻ തുടങ്ങും. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കൈവിടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്നുള്ള വ്യക്തി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലല്ല എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഒന്നാമത്തെ കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മുടെ ഇക്വിലിബ്രിയം എത്രത്തോളം സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ് യഥാർത്ഥത്തിൽ ശരിക്കും വേണ്ടത്. എത്രത്തോളം നമ്മൾ ഐഡിയൽ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, എത്രത്തോളം അൺസ്റ്റേബിൾ ആണെന്ന് സ്വയം മനസ്സിലാക്കുകയും, ഇനി അൺസ്റ്റേബിൾ ആണെങ്കിൽ ഏതൊക്കെ അവസരങ്ങളിലാണ് ആ അൺസ്റ്റെബിലിറ്റി വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡിസ്പ്ലേസിങ് ഫോഴ്സസ് എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കാം, അങ്ങനെ ഓരോ ഫോഴ്സ് വന്നു കഴിയുമ്പോൾ ഞാൻ എന്ന വ്യക്തി എങ്ങനെയൊക്കെ ഡിസ്പ്ലേസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എൻ്റെ ആദ്യത്തെ നാച്ചുറൽ നോർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും, ഇനി അറ്റ് ദ ഹയസ്റ്റ് ലെവൽ എങ്ങനെയാണ് എനിക്ക് ഈ ഡിസ്പ്ലേസിങ് പരിപാടി തന്നെ മാറ്റിയിട്ട് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എത്താൻ കഴിയുക എന്നുള്ളത് വ്യക്തിപരമായിട്ട് നമ്മളെല്ലാവരും ആദ്യം ചിന്തിക്കണം, അല്ലേ? അതിന് ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് പല പല രീതികൾ ഉപയോഗിക്കാം. കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാട്, കുറച്ചുകൂടി മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടി അവനവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഈശ്വരവിശ്വാസം വേണ്ടവർക്കത്, വേറെ എന്തെങ്കിലും വേണ്ടവർക്കത്, അങ്ങനെ ഏത് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ളവർക്ക് ദോഷകരമല്ലാത്ത ഏത് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാം. ചില കുടുംബങ്ങൾ അപ്പാരൻ്റ്ലി വളരെ ശാന്തമാണ്, പക്ഷേ അതിൻ്റെ അടിയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ നീരൊഴുക്കുകളും എല്ലാം ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു കുടുംബം ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് ഉദാഹരണമാണ്. അവിടെ വീട്ടിൽ പലരും അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ചെറിയൊരു എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയി പോവാം, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നമ്മൾ ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് വേറെ ആർക്കും കഴിയില്ല, ആ കുടുംബത്തിലുള്ളവർക്ക് തന്നെ കഴിയുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും എന്തൊക്കെയാണ് ആ കുടുംബത്തിലെ സോ കോൾഡ് ഇക്വിലിബ്രിയത്തെ അൺസ്റ്റേബിൾ ആക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ നമ്മൾക്കായി കഴിയുന്ന രീതിയിൽ തിരുത്താൻ ശ്രമിക്കുകയും വേണം, അല്ലേ? കുടുംബത്തിനുള്ളിലെ നീതികേടുകൾ, വ്യക്തികളുടെ തെറ്റിദ്ധാരണകൾ, അസംതൃപ്തികൾ, വേറെ പല കാരണങ്ങളൊക്കെ ഈ ഒരു അൺസ്റ്റെബിലിറ്റിക്ക് കാരണമായിരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് കഴിയുന്ന വിധം മറികടക്കാനും ആ ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആക്കാനും എല്ലാ വ്യക്തികളും പരസ്പരം നന്നായി മനസ്സിലാക്കുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒരു പരിധിവരെയെങ്കിലും തൃപ്തരാവുകയും ചെയ്തു കഴിഞ്ഞാൽ ദേ ടെൻഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം, വ്യക്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര ശ്രമിക്കുക. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ, അവർ പറയുന്നത് കേട്ടാൽ, അതിൽ നിന്ന് ഒന്നുകൂടി ഉയർന്ന് അവർ പറയാത്ത കാര്യങ്ങളും കൂടി, എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ളതും കൂടി കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ, പറയാതെ അറിയാമോ എന്നൊരു വരികളുടെ കുഞ്ഞുണ്ണി മാഷിന്, ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ രീതിയിൽ പുരോഗമിക്കാൻ കഴിയും, അല്ലേ? ഇനി നമ്മുടെ ജോലി സ്ഥലത്തും ഈ ഒരു അവസ്ഥ എടുക്കാം.
അപ്പാരൻലി എല്ലാം പീസ്ഫുള്ളായി നയിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണോ? അവിടെയും നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയും നല്ലൊരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുകയും അക്കൗണ്ടബിൾ ആയിരിക്കുകയും പേഴ്സണൽ ഈഗോസ് മാറ്റി വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ഒരു വീടിനാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും ജോലി സ്ഥലത്തിനാണെങ്കിലും ആർക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഗുണം ചെയ്യും അല്ലേ? ഇനി കുറച്ചുകൂടി കടന്ന് നമുക്ക് ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ കാര്യം എടുക്കാം. ഒരു രാജ്യത്തിൽ അപ്പാരൻലി പ്രശ്നങ്ങളും കലാപങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും അവിടെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ഒരു രാജ്യത്ത് പലതും പുകയുന്നുണ്ടാവും. അവിടെ കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ അധികം ഒരു ഡിസ്പ്ലേസിങ് ഇവൻറ്റ്സ് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ അത്തരം അവസ്ഥകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാജ്യത്ത് പരമാവധി സമാധാനം എൻഷുർ ചെയ്യണം, രാജ്യത്തെ പരമാവധി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് നയിക്കാനുമാണ്. അപ്പോൾ ഇതിന് രാജ്യത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക, നീതിപൂർവ്വകം കാര്യങ്ങൾ കേൾക്കുക, കഴിയുന്നത്ര നീതി എല്ലാവർക്കും ഉറപ്പുവരുത്തുക. നമുക്ക് 100% എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, പക്ഷെ കഴിയുന്നത്ര നീതി എല്ലാവർക്കും ഉറപ്പുവരുത്തുക വഴി നമുക്ക് ഈ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് നീങ്ങാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പല തലത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പല തലത്തിൽ ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഇതൊരു ഫിസിക്സിലെ കൺസെപ്റ്റ് ആണെങ്കിലും നമ്മുടെ റിയൽ ലൈഫിൽ പല സ്ഥലത്തും ഇത് ബാധകമാണ്. അസംതൃപ്തരായ മനുഷ്യർ, അസംതൃപ്തരായ വ്യക്തികൾ അപ്പാരൻലി സംതൃപ്തരായി നിൽക്കുന്നു എന്നുള്ളത് മാത്രം പോരാ, നമുക്ക് അവരെ ഇന്റേണലി കൂടി സംതൃപ്തരാക്കണം. അങ്ങനെ സംതൃപ്തരായ ഒരു ജനത, ഒരു വ്യക്തി, ഒരു ജനതയാണ് നമുക്ക് വേണ്ടത്. അവരാണ് റിയൽ സമാധാനത്തിനും പ്രൊഡക്ടിവിറ്റിക്കും എല്ലാം കാരണം, എല്ലാം നിദാനമാവുക. മാത്രമല്ല അത്തരത്തിലുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ പുറമേ നിന്നും നമ്മളെ ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആർക്കും നമ്മളെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. താൽക്കാലികമായി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. സോ വി ടെൻഡ് ടു ബി എ മച്ച് മോർ സ്റ്റേബിൾ, കുറേ കൂടി സ്ഥിരതയുള്ള നീതിപൂർവകമായ ഒരു സിസ്റ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ചെറിയ കൺസെപ്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തലേക്കറിയ ഒരു ആശയമാണ്, ഇപ്പോഴെങ്കിലും അത് പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ ഈ ഇക്വിലിബ്രിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം. ഓക്കെ, അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട്, നമ്മൾ ഫിസിക്സ് പഠിക്കാന്നുള്ളതല്ലല്ലോ പോസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ്. ശരി, ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ, സ്വയം നോക്കൂ, ചുറ്റുമുള്ളവരിലേക്ക് നോക്കൂ. ഹു ഓൾ ആർ ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അവരെ നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. താങ്ക് യു.